എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് വീഡിയോകളിലായിട്ട് മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചിന്തനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് മരണം എന്ന വൃത്താന്തത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 വീഡിയോകൾ നമ്മൾ മരണത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിൽ മരണം എന്താണ്, മരണ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇത് ചർച്ച ചെയ്ത് നിർത്തിയതാണ് നമ്മൾ. അപ്പം ഇന്ന് നമ്മൾ മരണശേഷം എന്താണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു, മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ഫിയർ അബൌട്ട് ഡെത്ത്. മരണത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഫിസിക്കൽ പാർട്ടേ മരിക്കുന്നുള്ളൂ, മാക്രോ പാർട്ടേ മരിക്കുന്നുള്ളൂ, സ്ഥൂല ശരീരമേ മരിക്കുന്നുള്ളൂ. നമ്മുടെ ബോധം അഥവാ സൂക്ഷ്മ ശരീരം ഒരിക്കലും മരിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ട്രാൻസ് മൈഗ്രേഷൻ ഫ്രം വൺ ബോഡി ടു അനദർ എന്ന് പറഞ്ഞു. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം, ഒരു കുപ്പായം അഴിച്ചിട്ട് മറ്റൊരു കുപ്പായത്തിലേക്ക് കയറി കൂടുന്നതിനെയാണ് സത്യം പറഞ്ഞ ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ മരണസമയത്ത് നമ്മുടെ ഈ ഫിസിക്കൽ പാർട്ടിമേ ഡിക്കേ, അത് ചീഞ്ഞളിഞ്ഞിട്ടോ ഭസ്മാന്ത ശരീരമായിട്ടോ ഭൂമിയിലേക്ക് പോകുന്നു. കാരണം അത് ഭൂമിയിൽ നിന്നാണ് കയറി വന്നത്. അന്നത്തിലൂടെ ജലത്തിലൂടെയൊക്കെ അല്ലേ നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. അത് ഭൗതികമായ ഭാഗമാണ്. അത് നമ്മൾ മരണശേഷം ഒന്നുകിൽ കൊണ്ട് സംസ്കരിക്കും അല്ലേ, അല്ലെങ്കിൽ വെണ്ണീരാക്കും, അല്ലെങ്കിൽ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഏതെങ്കിലും ഒന്നുകൂടി കുഴിച്ചിടുകയോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഗോസ് ടു എർത്ത്. അവസാനം അത് ഭൂമിയിലേക്കാണ് പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ശരീരം വിട്ട് ആത്മാവ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിലാണ് എല്ലാവർക്കും സംശയം. നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നമ്മുടെ വേദിക് ലിറ്ററേച്ചർ പ്രകാരമാണ്, അല്ലാണ്ട് മറ്റു സെമിറ്റിക് റിലീജിയനിൽ പറഞ്ഞതുമായിട്ട് ഉള്ള ഒരു ബന്ധവും ഇല്ല. നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനം നമ്മുടെ മന്ത്ര ദൃഷ്ടാന്തങ്ങളാക്കുന്ന നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ, നമ്മുടെ വേദിക് ചിരപുരാതനമായിരിക്കുന്ന വേദിക് ലിറ്ററേച്ചറിൽ എന്താണ് പലവിധ ഉപനിഷത്തുകൾ, ചാന്തോക്യ അങ്ങനെ പല, അതുപോലെ ഭഗവത്ഗീത മുതലായ വേദിക് ലിറ്ററേച്ചറിൽ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ എന്താണ് ഡെത്തിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുള്ളത്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ശാസ്ത്രീയ മോഡേൺ സയൻറ്റിഫിക് രീതിയിൽ അത് വേറെ വീഡിയോ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് വെദർ യു ബിലീവ് ഓർ നോട്ട്, നമ്മളിത് വിശ്വസിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെന്തോ ഉണ്ട്. കാരണം ഈ പ്രാചീന ഋഷിവര്യന്മാർ ഇന്നത്തെ പോലെ ലാബ് മനസ്സായിരുന്നു. ലാബാകുന്ന മനസ്സിലിട്ടിട്ടാണ് അവർ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. നമുക്കിപ്പോൾ കോടികൾ വിലമതിക്കുന്ന ലാബുകൾ വേറെ വേണം. പക്ഷേ നമ്മുടെ ആൻഷ്യൻ ഋഷിമാർക്ക് അങ്ങനത്തെ ഒരു ലബോറട്ടറിയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ മനസ്സാകുന്ന ലബോറട്ടറിയിലിട്ടിട്ട് ആണ് അവർ ഗവേഷണങ്ങൾ നടത്തിയത്. അപ്പം മനസ്സിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ഫാക്റ്റുകളെയാണ് അവർ പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഓക്കെ, ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് മരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം എന്താണെന്ന് അറിയാൻ എല്ലാവരും ജിജ്ഞാസുക്കളാണ്. വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ. ഒരിക്കലും സ്റ്റുഡൻറ് ചോദിച്ചു, അതായത് ഈ ജന്മത്തിൽ കണ്ണ് കാണാത്ത ഒരാൾ അടുത്ത ജന്മത്തിൽ വീണ്ടും അങ്ങനെ തന്നെയാണോ ജനിക്കുക എന്നുള്ളത്. അത് ജിജ്ഞാസയുടെ ചോദ്യമാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ജിജ്ഞാസകളുടെ ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതിന് ഏതാണ്ടൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ വീഡിയോസുകൾ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ നമ്മൾ മരണശേഷം ഒരു ഭൗതിക ശരീരത്തെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലത്തെ മലമൂത്ര വിസർജ്യാദികളുള്ള ഒരു മാക്രോ പാർട്ട് നമ്മൾ സ്വീകരിക്കപ്പെട്ടില്ല, അങ്ങനത്തെ ഒരു കുപ്പായം നമ്മൾ അണിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു. അതല്ല വേറെ ഒരു കുപ്പായത്തിലേക്ക് കയറിക്കൂടുകയാണെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയിരിക്കും. ഇത് ചർച്ചയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇഫ് യു ആർ നോട്ട് അറ്റൈൻഡ് ദ ഫിസിക്കൽ ബോഡി, നമ്മൾ ഫിസിക്കൽ ബോഡി നേടിയിട്ടില്ല എങ്കിൽ ദാറ്റ് സ്പിരിച്വൽ ബോഡി, നമ്മുടെ ആ സോൾ ഇറ്റ്സെൽഫ് വിൽ ടേക്ക് എ സ്പിരിച്വൽ ബോഡി. ആത്മാവ് തന്നെ ഒരു സ്പിരിച്വൽ ബോഡി ആയിട്ട് രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ വന്നാൽ അതിനെയാണ് നമ്മൾ മോക്ഷ ശരീരം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് വൈകുണ്ഠത്തിലെത്തിച്ചേർന്ന വിഷ്ണുപദത്തിലെത്തിച്ചേർന്ന ജീവാത്മാക്കൾ എന്നൊക്കെ പറയും. ജീവാത്മാവിനെ പിന്നീട് ഒരു ശരീരം സ്വീകരിക്കണ്ടെങ്കിൽ അവർ മോക്ഷം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, അവർ വീണ്ടും പലവിധ യോനിയിലൂടെ കയറി വരികയാണെങ്കിൽ വീണ്ടും അവർക്ക് ശരീരം പ്രാപിക്കേണ്ടി വരും. അങ്ങനെ ശരീരം പ്രാപിക്കേണ്ടി വരികയാണെങ്കിൽ
എങ്ങനെയാണത്, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഡിയേഴ്സ്, അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് സമയത്ത് നമ്മൾ അടുത്ത് ഏത് ശരീരത്തിലേക്കാണ് കയറേണ്ടത്, പ്രയാണം തുടങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. ഏത് ക്വാളിറ്റി? നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള യോഗ്യതയ്ക്കനുസരിച്ചാണ്. അപ്പോൾ പവിത്രീകരിക്കപ്പെട്ട മനസ്സുള്ള ജീവാത്മാക്കൾ അതിന് പറ്റിയ ശരീരം സ്വീകരിക്കും. അതല്ല, കൃമികീടങ്ങളുടെ ഒരുപാട് ജീവരാശിയിലൂടെ കയറി വന്നിട്ടും മാനുഷിക സ്വഭാവമല്ല, മൃഗീയ വാസനയാണെങ്കിൽ അവൻ വീണ്ടും മൃഗ യോനിയിലേക്ക് പോകും. പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ കടുവയായിട്ടോ അങ്ങനെ പറ്റിയ നിങ്ങളുടെ വാസന ഏതാച്ചാൽ അതിനനുസരിച്ച്. ചിലരെ കണ്ടില്ലേ, മനുഷ്യനായിട്ട് ജനിച്ചിട്ടും കടിച്ചു കീറിക്കൊണ്ട് കടുവയുടെ സ്വഭാവം കാണിക്കും. നോ ഡൗട്ട്, ഒരു സംശയമില്ല, അടുത്ത ജന്മത്തിൽ അവൻ കടുവയായിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗീതയിൽ, അന്ധകാലയും മാമേവജ സ്മരൻ എന്ന്. എന്നെ സ്മരിച്ച് നിങ്ങൾ അവസാന കാലത്തിൽ വിട്ടുപോകുമ്പോൾ അതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു ശരീരത്തെയാണ് നിങ്ങൾ പ്രാപിക്കുക എന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇരിക്കട്ടെ, നമ്മൾ മരണശേഷം 2 ടൈപ്പ് ഓഫ് ബോഡിയിലേക്കാണ് പോകുന്നത്. ഒന്ന് യാതനാ ശരീരം, വെരി പെയിൻഫുൾ ഫിസിക്കൽ ബോഡിയിലേക്ക് പോകാം, വളരെ യാതന അനുഭവിക്കേണ്ട ശരീരപ്രാപ്തിയിലേക്ക്. ഒരു ടെമ്പററി, നമ്മളൊരു മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് സഞ്ചരിക്കുന്നത് ഒരു താൽക്കാലിക രഥത്തിലാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ താൽക്കാലിക വെഹിക്കിൾസ് വാഹനത്തിലിരുന്നിട്ടാണ് പോകുന്നത്. ഏതിനു മുമ്പേ, അടുത്ത ശരീരം പ്രാപിക്കുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പുണ്ട്. നേരത്തെ പറഞ്ഞു ജനിച്ചാൽ അല്ലെങ്കിൽ മരിച്ചാൽ ഉടനെ ജനനമാണെന്ന്. പക്ഷെ ആ മരിച്ചാൽ ഉടനെ ജനനം പ്രാപിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് 2 പ്രത്യേക വാഹനങ്ങളിലൂടെയാണെന്ന് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 താൽക്കാലിക ശരീരം എന്ന് പറയാം. അതിൻ്റെ പേരാണ് ഒന്ന് യാതനാ ശരീരം, മറ്റൊന്ന് ദിവ്യ ശരീരം അഥവാ പവിത്ര ശരീരം, അല്ലെങ്കിൽ യാതനാ ശരീരം എന്ന് പേരിട്ടിട്ടുള്ള ഒരു നരകത്തിന്റെ യാത്രയിലൂടെയും നമുക്ക് ഗമിക്കാം. അതുപോലെ ദിവ്യമായ വാഹനത്തിൽ കയറിയിട്ട് നമുക്ക് സഞ്ചരിക്കാം. നമുക്കിപ്പോൾ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ ചിലർ AC കാർ പ്രിഫർ ചെയ്യും, അല്ലേ? ചിലരാകട്ടെ കാളവണ്ടി, ചിലരാകട്ടെ ഇങ്ങനെ ട്രക്കറോ. ഇപ്പം നമ്മൾ വടക്കേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ വളരെ സുഖലോലുപന്മാരൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാറിലൊക്കെ യാത്ര ചെയ്യും. അപ്പോൾ ആഫ്റ്റർ ഡെത്ത്, മരണശേഷം നമുക്ക് ഏത് വാഹനത്തിലാണ് പോകുന്നത് അത് നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. എല്ലാവർക്കും എല്ലാ വണ്ടിയിലൊന്നും കയറിക്കൂടാൻ പറ്റില്ല, അതാണ്. അപ്പം നമുക്ക് നല്ല യോഗ്യതകളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവർ നല്ല വാഹനം പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടാവും. ആര്? അത് നമ്മുടെ വേദിക് ലിറ്ററേച്ചറിൽ പറയുന്നത് യമദൂതന്മാര്. കാലൻ ആണ് ഈ വാഹനം കൊടുത്തയക്കുക. അപ്പോൾ യമദൂതന്മാരിങ്ങനെ വണ്ടിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ആ വണ്ടിയിൽ കയറാൻ അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ടല്ല അങ്ങോട്ട് എന്ന് അവർ പറയും. നിങ്ങൾ പോകേണ്ട വണ്ടി ഞങ്ങൾ തീരുമാനിച്ചു തരാം. നിങ്ങൾക്ക് യാതനാ ശരീരത്തിലൂടെയാണോ പോകേണ്ടത്? എങ്കിൽ ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏത് ശരീരത്തിലേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കും. അപ്പോൾ യാതനാ വാഹനത്തിൽ കയറാം. ഈ യാതനാ വാഹനത്തിൽ കൂടെ കയറിയുള്ള സഞ്ചാരം ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ബൃഹത്താണ്. അതാണ് നരകയാത്ര എന്ന് പറയാം. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റും. മറ്റൊരു കൂട്ടം ആത്മാക്കൾക്ക് കയറി പോകാനുള്ളതാണ് ഈ ദിവ്യ ശരീരം എന്ന്. അത് ദിവ്യാത്മാക്കൾക്കുള്ളതാണ്. നല്ല പവിത്രീകരിക്കപ്പെട്ട മനസ്സോട് കൂടിയ ആൾക്കാർക്ക് കയറിക്കൂടാൻ. അവിടെയും AC ബസ്സൊക്കെ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. അത് അവരുടെ യാത്രയിലേക്ക് പ്രവേശിക്കും മുമ്പേ നമുക്ക് എത്ര സമയമെടുക്കും ഈ യാത്ര? ഏത് യാത്ര? അടുത്ത ജന്മത്തിൻ്റെയും ഈ മരണം സംഭവിച്ചതിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഷോർട്ട് ജേണി എന്ന് പറഞ്ഞില്ലേ, ആ ഷോർട്ട് ജേണി ഇവിടെയാണ് ഈ സ്വർഗ നരകത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണ് അടുത്ത ശരീരത്തിലാകുന്ന ബർത്ത് ടോപ്പിക്കാണ് നമ്മൾ എടുത്തില്ല. വാട്ട് ഈസ് ബർത്ത്, വാട്ട് ഈസ് ഡെത്ത്. നമ്മൾ വാട്ട് ഈസ് ഡെത്ത് ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് ബർത്ത് എന്നുള്ളത് നമുക്ക് വീണ്ടും ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതൊക്കെ ഉണ്ടല്ലോ അതിബൃഹത്താണ്. അതായത് ഒരുപാട് നമുക്ക് അറിയാനുണ്ട്. ബഹുധാ വേദിതവ്യം എന്നാ പറയുക. അറിയാൻ ഒരുപാടുണ്ട്. പിന്നെയോ സ്വൽപ്പശ കാലം നമുക്ക് വളരെ കുറച്ചുള്ള ആയുസ്. അപ്പോൾ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വി ഹാവ് ടു
നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ബൃഹത്തായ ഗ്രന്ഥരാശികൾ ഞാൻ പറഞ്ഞു. എത്രമാത്രം നോളജാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ അപ്പോൾ ബഹുധാ വേദിതവ്യം സ്വൽപ്പശ്ച കാലോ ബഹവശ്ച വിഘ്ന. നമുക്ക് ഇനി അഥവാ പഠിക്കാൻ വിചാരിച്ചങ്ങോട്ട് ഇറങ്ങിയാലാണെങ്കിലോ വിഘ്നങ്ങൾ ഒരുപാടുണ്ടാവുന്നേ, തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും അല്ലേ? നോ ടൈം സ്ഥിരം കംപ്ലൈൻ്റ് ആണല്ലോ, സമയമില്ല എന്നുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമയം ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് ലിമിറ്റഡായ സമയം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിലാണ് സമയലബ്ധി എന്നുള്ളത് നമുക്ക് നേടാൻ പറ്റുക. അല്ലാണ്ട് ഒരു പല്ലവി പാടിയിട്ട് സമയമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കില്ല. അപ്പം നമുക്ക് അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സമയം വളരെ പ്രീഷ്യസ് ആണ്. അപ്പോൾ ബഹുധാ വേദവ്യം സ്വൽപ്പശകാലോ ബഹവശ്ച വിഘ്ന. ഇനി ആ പരിമിതമായ സമയത്തിനുള്ളൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാലാണെങ്കിൽ ഒരുപാട് വിഘ്നങ്ങൾ മുമ്പിലുണ്ടാവും. കുട്ടികളെ നോക്കണം, അപ്പുറത്തത് നോക്കണം, ഇത് നോക്കണം. അയ്യോ, ഇപ്പോൾ എവിടെയെങ്കിലും സപ്താഹമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. സത്സംഗത്തെ അല്ലേ, നല്ല സംഘം ചേരാൻ പോവുകയാണെങ്കിൽ അതാണല്ലോ ഇതിലൊക്കെ സത്സംഗത്തെ നിസ്സംഗത്വം അത് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ നല്ല സംഘം ചേർന്നാൽ നല്ല സ്വഭാവങ്ങൾ നേടും. ചീത്ത സംഘം ചേരാൻ പോയാൽ കണ്ടില്ലേ ചില ആൾക്കാരൊക്കെ സമാന ചിന്താഗതിയുള്ളവരൊക്കെ ഒരേ വേദിയിൽ അണിനിരക്കും അല്ലേ? കള്ളുടിയന്മാരൊക്കെ നല്ല ലോകിയാണ്, ഒരേ ചിന്തയാണ് അവർക്ക്, എല്ലാവർക്കും കള്ളുടിക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ അവരെല്ലാം ഒരേ വേദിയിലെത്തും അല്ലേ? അപ്പൊ ഈ സച്ചിന്തകൾ വെച്ച് പുലർത്തിയ ധന്യാത്മാക്കള് അവരൊക്കെ നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യും. പക്ഷെ എന്നാലും ഈ നല്ല ആൾക്കാർ എന്ന് പറയുന്നവരും ഒരു 4 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട് യമദൂതന്മാര് ഒരു 4 ഡിവിഷൻ അല്ലെ, ഇതിലേതിലാണ് നമ്മൾ പെടുക എന്ന് നോക്കുക. അതിനനുസരിച്ചാണ് എത്ര സമയം എടുക്കും അടുത്ത ശരീരം പ്രാപിക്കുന്നതിന്റെ. ദിവ്യാത്മാക്കളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. അതായത് ദിവ്യ ശരീരം പ്രാപിക്കുന്നതിനല്ല, യാതനാ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ അതിലൊരു ഇടവേള സമയമുണ്ട്. ആ ഇടവേള സമയത്തിനെയാണ് നമ്മൾ ഈ മരണശേഷം ഉള്ള യാത്രയിൽ പരാമർശിക്കുന്നത്. അത് ചിലർക്ക് 3.25 മണിക്കൂർ എടുക്കും. എത്ര? 3.25 മണിക്കൂർ എടുക്കും. അത് ചില സമയത്ത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. വേറെ ചിലർക്ക് 10 days എടുക്കും, 10 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ബോഡി മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ശരീരത്തെ പ്രാപിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 10 ദിവസം എടുക്കും. ചിലർക്കാണെങ്കിൽ 24 hour മതി. അപ്പോൾ ചിലർക്ക് 3.25 മണിക്കൂർ, ചിലർക്ക് 24 മണിക്കൂർ, ചിലർക്ക് 10 ദിവസം കൊണ്ട് അടുത്ത ശരീരത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത്. ചിലർക്ക് 365 ദിവസം അഥവാ ഒരു വർഷം എടുക്കും മറ്റൊരു ശരീരത്തെ പ്രാപിക്കാൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗുഡ് പീപ്പിൾ എന്ന് പറയുന്നില്ലേ, എന്താ നല്ല ആൾക്കാർ, ഞാൻ നല്ലവനാണ് എന്ന്, അത് നമ്മൾ നല്ലവനാണോ ഇല്ല എന്നുള്ളത് നമ്മളെ മനസാക്ഷിയോട് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു, അല്ലെ മറ്റുള്ളവർക്ക് ഞാൻ നല്ലോനാണ് എന്ന് ചിന്തിക്കാൻ ചില നന്മകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിനെ എന്താ പറയുക, പുറം പൂച്ച എന്താ പറയുക, അത് കാണിക്കുക. അതല്ല, അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ് പീപ്പിൾ എന്ന്. അപ്പൊ ഈ ഗുഡ് പീപ്പിളിനെയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ 3.25 മണിക്കൂർ എടുക്കുന്നത്. 3.25 മണിക്കൂർ കൊണ്ട് യമദൂതന്മാര് അവര് അടുത്ത ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ഞാൻ കുറച്ച് സിമ്പിൾ ലളിതമായിട്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ വേദിക് ശ്ലോകങ്ങളൊക്കെ വഴിയാകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തായാലും 3.25 മണിക്കൂർ കൊണ്ട് നമുക്ക് അടുത്ത ശരീരത്തിലേക്ക് കയറി കൂടാം, ഉറപ്പാണ് അല്ലെ നമ്മൾ ആ യാത്ര എന്നുള്ളത്. ഇനി വേറെ ചിലർക്ക് 24 hour ആണ് വിധിച്ചിട്ടുള്ളത്. 24 hour എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ, അതായത് ഒരു ദിവസത്തെ യാത്ര മതി ചിലർക്ക്. അതെങ്ങനെയൊക്കെയാ? കുറച്ചൊക്കെ നന്മ ചെയ്യുന്ന ആൾക്കാരില്ലേ, പരിപൂർണ ശുദ്ധന്മാരല്ല, നല്ല ആൾക്കാർക്കാണ് ഒരു 3.25 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റുക. വേറെ വിഭാഗം ആൾക്കാരുണ്ട്, അവർക്ക് 24 മണിക്കൂർ കൊണ്ട് അവർ കുറച്ചൊക്കെ നല്ല ആൾക്കാരാണ്. അതിനേക്കാൾ കുറച്ച് നന്മ അല്ലെങ്കിൽ കുറച്ച് ഒന്നും കൂടി ഡൗൺ ആയ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് 10 ദിവസം വേണം ഇവിടുന്ന് വിട്ടാൽ അടുത്ത ശരീരത്തിലേക്ക് എത്താൻ. അത് 3ാമത്തെ കാറ്റഗറിയാണ്. 10 ദിവസം കൊണ്ട് അവർക്ക് 10 ദിവസം ദുരിത യാത്ര. ദുരിതമാണ്, കുറച്ചൊക്കെ ദുരിതം ഉണ്ടാവും. ചിലർക്ക് യാത്രയിൽ ചിലതൊക്കെ കിട്ടിയെന്ന് വരും, ചിലതൊന്നും കിട്ടിയില്ല എന്ന് വരും. ചിലർക്ക് വെള്ളവും നാരങ്ങ വെള്ളവും ഇതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ കിട്ടും, മറ്റുള്ളവർക്ക് അതൊന്നും കിട്ടൂല. അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ യാത്ര ദുരിതാത്മക യാത്രയാവും, ചിലപ്പോൾ നല്ല അടിപൊളി യാത്ര. അങ്ങനെ ഉണ്ടായിരുന്ന ടൂറ് അടിപൊളിയായിരുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഈ യാത്ര അങ്ങനെയാണ്. ചിലർക്ക്
10 ദിവസത്തെ യാത്ര ഉണ്ടാവും. ആ 10 ദിവസം ടൈം കൂടുന്തോറും അതിൻ്റെ ഇടയിലൊക്കെ ക്ലേശങ്ങൾ കൂടുമല്ലോ അല്ലേ. അപ്പോൾ വൺ ഡേ ടൂർ പോലെയല്ല. അപ്പോൾ ഒരു ദിവസത്തെ ടൂർ ഉണ്ട് ഇതിൽ. അതേമാതിരി 10 ഡേയ്സിൻ്റെ ടൂറും ഉണ്ട്. പിന്നെ 1 ഇയർ ടൂറും ഉണ്ട്. വേറുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് 365 ദിവസം, അഥവാ 1 ഇയർ വിൽ ടേക്ക് ടു റീച്ച് അപ്പ് ഓർ ടു എൻ്റർ അനദർ ബോഡി, മറ്റൊരു ശരീരത്തിലേക്ക് പ്രാപിക്കാൻ. അത് ദുരിതം കൂടുന്നതിനനുസരിച്ച് ദിവസം കൂടുന്ന. അപ്പോൾ അതിലും മഹാദുരിതങ്ങൾ ചെയ്ത് വരുത്തി കൂട്ടിയ ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഈ മഹാദുരിതങ്ങൾ, മഹാകഷ്ടങ്ങൾ, അവർക്ക് ഇതൊരു ടെമ്പററി ബോഡിയാണ്. ആ ബോഡി അല്ലെങ്കിൽ ആ ശരീരത്തെ നമുക്ക് കാണാൻ കഴിയില്ല, ആ ഇടക്കാല ശരീരത്തെ. അതൊരു എനർജി ആയിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. ആ എനർജിക്കും ഒരു രൂപമുണ്ട്. ആ രൂപമാണ്, അപ്പോഴും നമ്മൾ മരിക്കുന്നുമില്ല, ബോധമുണ്ട്. ആ രൂപമാണ് നമ്മൾ ഈ ദിവസം എടുത്തിട്ട് അടുത്ത ശരീരത്തിലേക്ക് കയറിക്കൂടാനുള്ള വെമ്പൽ പോകുന്നത്. അപ്പോൾ ഈ 1 ഇയർ ജേണി ഉണ്ടല്ലോ, അത് ഇവിടെ ജീവിച്ചിട്ട് ഒരു നല്ല കാര്യവും ചെയ്യാത്ത ദുഷ്ടാത്മാക്കൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ദുഷ്ടാത്മാക്കൾക്ക് എടുക്കുന്ന യാത്രയാണ് 1 വർഷം യാത്ര. എവിടെ? മരണശേഷം അടുത്ത ശരീരം പ്രാപിക്കുന്നതിൻ്റെ ഇടയിൽ, ആ ഇടസമയത്ത് എടുക്കുന്ന സമയമാണ് ഈ 1 ഇയർ എന്ന് പറയുന്നത്. ആ നമ്മൾ ഇവിടുത്തെ 1 ഇയർ കേവലം മനസ്സിലാക്കാനാണ് ഇതൊക്കെ. ഉദാഹരണങ്ങളൊക്കെ കേവലം അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടുതലെടുക്കും. ചിലർക്ക് കുറച്ച് സമയം മതി, ചിലർക്ക് അതിനേക്കാൾ സമയം വേണം. ഈ സമയമാനങ്ങളൊക്കെ കേവലം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഉദാഹരണങ്ങൾ. അങ്ങനെ ചിലർക്ക് ഈ 365 ദിവസം. അപ്പം എന്താണ് ഈ 3.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ? മരിച്ച് കഴിഞ്ഞ് നമ്മൾ ശവം സംസ്കരിക്കുന്ന അന്ത്യേഷ്ടി ക്രിയയ്ക്കുള്ള വിധിച്ച സമയമാണ് ഈ 3.25 മണിക്കൂർ. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം 6 മണിക്കൂർ, 3.25 മണിക്കൂറിനുള്ളിൽ നമുക്ക് അന്ത്യേഷ്ടി ക്രിയകൾ ആരംഭിക്കണം. എങ്കിലേ മരിച്ച ആത്മാവിൻ്റെ ഈ യാത്ര, ചാന്ദ്രദശമി യാത്ര എന്ന് പറയും, ആ യാത്ര സുഗമാക്കാൻ പറ്റൂ. അല്ലാണ്ട് മരിച്ചിട്ട് കുറേ ദിവസം ശീതീകരണ പെട്ടിയിലൊക്കെ വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ വേദിക് കൾച്ചർ പ്രകാരം തെറ്റാണ്. ഏത് പ്രിയപ്പെട്ടവനായാലും അല്ല, അത്ര കണ്ട് അയാളുടെ ആത്മാവ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ആ പെട്ടീൻ്റെ ഉള്ളിൽ, ആ ശീതീകരണ പെട്ടീൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലല്ല, എന്നാലും അവിടെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം വളരെ ദുഷ്ടന്മാർ, പാപകർമ്മികൾക്ക് 1 വർഷം യാത്ര ചെയ്യേണ്ടി വരും. അതിൽ യമദൂതന്മാർ അപ്പുറം നിന്ന് എങ്ങനെയാണ് 1 വർഷം എടുത്തിട്ട് നരകം, ഇവിടെയാണ് നരകയാത്ര. ഒക്കെ നരകം തന്നെയാണ്, പക്ഷെ എങ്കിൽ കൂടി ഇവിടെയാണ് നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ ഈ ടെമ്പററി യാത്ര, ഹൗ ദാറ്റ് ജേണി, ആ യാത്ര എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ഈ സ്വർഗം നരകം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഈ നല്ല ഒരു ദിവ്യമായ ഈ ഭൂലോകം തന്നിട്ട്, നല്ലൊരു ഭൂലോകമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ കാണപ്പെടുന്ന ഭൂലോകത്തിന് വേണ്ടിയിട്ട് അത് നരകമാക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട്. അവർക്ക് നരകീയ യാത്ര തന്നെയായിരിക്കും അല്ലേ. ഭൂലോകത്തിൽ എന്തൊക്കെ ആസ്വാദനങ്ങൾ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആസ്വാദനങ്ങളുടെ ഉള്ള നമ്മുടെ ജീവിത ഗതിയിൽ ചിലരൊക്കെ എപ്പോഴും ദുഷ്ടത്തരം മാത്രമേ ചെയ്തു കൂട്ടൂ അല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ റീതിങ്കിങ് നമ്മൾ രണ്ടാമൊന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തൊരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, കാരണം അതിലാണ് വളരെ പ്രധാനപ്പെട്ട ചില അതീവ രഹസ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ താല്പര്യപ്പെടുന്നത്. ഏതായാലും അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. നമ്മുടെ ശരീരം വിട്ട ജീവാത്മാവ് അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെട്ട ശരീരത്തിലേക്കാണ്, അല്ലെങ്കിൽ ശരീരത്തിലൂടെയാണ് അടുത്ത ജന്മത്തിന് മുമ്പ് യാത്ര ചെയ്യുന്നത്. അവിടെ യമദൂതന്മാർ, യമലോകത്ത് നിന്ന് പറഞ്ഞു വിടുന്ന യമകിങ്കരന്മാർ നമ്മളെ ഒരു ടെമ്പററി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും. ആ കയറ്റി പോകുന്നത് ചിലരെയൊക്കെ എന്താവും, യാതന ശരീരത്തിലൂടെയാണ് കൊണ്ടുപോവുക അല്ലേ. ചിലരെ ദിവ്യ ശരീരത്തിലൂടെ, ദിവ്യരഥത്തിലൂടെ കൊണ്ടുപോകും. നമുക്കിനി ഏത് രഥത്തിലൂടെയാണ് പോകാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടത്? ദാറ്റ് ഈസ് വാട്ട്സ് കാൾഡ് പ്രിപ്പറേഷൻ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ തയ്യാറെടുക്കൽ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം.
ഈ വീഡിയോകൾ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ.